പൂമുഖവാതുക്കൽ പൈന്റുമായി എത്തുമ്പോൾ ഗ്ലാസുമായി നിൽക്കണം ഭാര്യ, ടച്ചിങ്സും സോഡയും ഒപ്പം കരുതുന്ന മദ്യധാനേശ്വരി ഭാര്യ. അപ്പൊ ഈ എഴുന്നള്ളിപ്പ് ഇങ്ങനെ വന്നെ നമ്മുടെ കണ്ണുമുമ്പിൽ ഇങ്ങനെ കാണാൻ വന്ന് ക്ഷേത്രത്തിൻ്റെ അടുത്തെത്താറായി. ഇതിൻ്റെ അകത്തേക്ക് കയറി. അപ്പോൾ കമ്മിറ്റിക്കാർ വന്നിട്ട് പൈസ തന്നു, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അപ്പോൾ മെയിനായിട്ട് കളിക്കുന്നവൻ അവിടുത്തെ കമ്മിറ്റി ഓഫീസിൻ്റെ വേറൊരു റൂമിൽ അവരായിട്ടൊന്ന് ഭയങ്കര കിളിയും കലിയും തമാശയും എനിക്ക് കഴിഞ്ഞ് വീണുവും അതേ കണ്ടീഷനിൽ നിൽക്കണ. ഞാൻ ആ ദീപാരാധന തുറന്ന് നടയേണ്ടി തുറന്നപ്പോൾ എൻ്റെ ദൈവമേ കണ്ടല്ലോ കൊടുത്ത കാഴ്ചകളൊക്കെ. ഇതാണ് അവസ്ഥ. ഞാൻ ഈ പരിപാടി ഇവിടെ നടത്തിയാൽ ഇടി കൊണ്ടുവച്ച് എനിക്ക് പോകാൻ പറ്റില്ല. ഇതിന് മാർഗം ഭഗവാൻ തന്നെ എന്നെ രക്ഷിക്കണം, അല്ലാതെ വേറെ മാർഗമില്ല എന്ന് ഉള്ളി തട്ടിയാണ് പറഞ്ഞു. എവിടെ നിന്നാണെന്നറിയാൻ പാടില്ല, സത്യമായിട്ട് ഞാൻ പറയണത്. ഒരു ഇടിയും മഴയും അങ്ങോട്ട് വന്നിട്ട് അങ്ങനത്തെ ഒരു ഇടിയും മഴ അവിടെ ഉണ്ടായിട്ടില്ല എന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ട് അതേമാതിരി ഇടിയും മഴയുണ്ട് പെയ്ത് ആൾക്കാരൊക്കെ ഇറങ്ങി ഓടി, എല്ലാം ഓടി. ഒരു 1.5 മണിക്കൂർ ആ ഇടിയും മഴയോടെ നിന്നു. ഉച്ചക്ക് ഊണ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു മയക്കം വരും. പക്ഷെ തോന്നല്ല, കാരണം അന്ന് വൈകിട്ട് വിളിച്ചു പറയണം നാളെ എന്താ ചെയ്യാൻ പോണേ, എന്താണ് സംഭവം എന്നുള്ളത് ഒന്നും കിട്ടണില്ല. അങ്ങനെ രമേശ് ഭായി ഒരു കഥ പറഞ്ഞു. അതായത് പുള്ളിയുടെ ഒരു കസിൻ വിളിച്ചു പറഞ്ഞു, ഇന്ന സ്ഥലത്തൊരു പുള്ളിക്കവിടെ പരിപാടി ഉണ്ട്, എന്തോ ആവശ്യം ആ വഴി പോകണം. എടാ അപ്പം അവിടെ ഒന്ന് കയറിക്കോ, ഒരു കല്യാണ ആലോചനയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, അപ്പം നീ അതിലൊന്ന് കയറി പൊക്കോളാൻ പറഞ്ഞു. പുള്ളി അവിടെ കയറി പോന്നു. പുള്ളി കണ്ട കാര്യങ്ങൾ പറഞ്ഞു. ആ ഒറ്റ കേസിൽ സംഭവം മുടങ്ങിപ്പോയി. പുള്ളി കണ്ട ഒരു കാഴ്ച അതങ്ങനെ ശരിയല്ല അവിടെ വയ്ക്കണേന്ന് ഒറ്റ കാര്യം പുള്ളി പറഞ്ഞു. അത് ശരിയായ കാര്യമാണ്, പക്ഷെ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല, കല്യാണം ഇറങ്ങിപ്പോയി. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് സംഭവം ചെയ്തു. ഒരു സിനിമ ചെയ്തു, ഒരു കല്യാണം കുറച്ച് ചെയ്യുന്ന കല്യാണം. അപ്പം നമുക്ക് കുറച്ച് ഡെവലപ്പ് ചെയ്യും കേട്ടോ. ഇന്ന ദിവസം കല്യാണം കഴിച്ച് ഇന്ന ഇളയച്ചനെ അവിടെ വിട്ടു, ആ പോണ വഴി ഇളയച്ചനെ അവിടെ കയറി ഒരു വാക്കിൽ കല്യാണം മുടങ്ങി എന്നുള്ള സംഭവം വെച്ചൊരു എപ്പിസോഡ് ചെയ്തു. നല്ല എപ്പിസോഡായിരുന്നു. അതുപോലെ ഒരിക്കൽ ഇതുപോലെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കടക്കാരൻ്റെ വീടിൻ്റെ മുകളിൽ തേങ്ങ വീണ് കുറേ ഓട് പൊട്ടി. തേങ്ങയാണെങ്കിൽ ഉണങ്ങി കിടക്കണം, ഒരു ദിവസം കൂടി വീണുകൊണ്ടിരിക്കുകയാണ്, കണക്കനെ കിട്ടാനുള്ള. എന്ത് ചെയ്യും? അപ്പം ഇങ്ങനെ എടുത്ത് കണക്കനെ കിട്ടാൻ പാടായി. പിന്നെ കണക്കനായി. കണക്കനെ എങ്ങനെ അവിടെ കൊണ്ടുവന്ന് ആലോചിച്ചിട്ട് മന്ത്രിയുടെ കത്തുമായിട്ട് കണക്കിന് എന്നോട് വിളിച്ചത്. അവൻ കൊണ്ടുവന്ന് അവൻ വന്നത് കാരവൺ വാനിലാണ്. പുള്ളി ആ തോട്ടത്തിൻ്റെ സൈഡിലിടും, കാരവണിൽ ഇറങ്ങും, ഒരു തെങ്ങുമ്പോൾ കയറും, ഇറങ്ങും, കൊക്കോകോള പെപ്സി കുടിക്കും, വീണ്ടും കാരവണി കയറും, 10 മിനിറ്റ് വൈകും, സാർ റെഡി ആയിട്ട് സാർ. നമ്മുടെ ജീവിതാനുഭവങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു ചിലരുമായിട്ട് ഒരു സിങ്കാവും. തല്ലുപിടുത്തവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വൈകുന്നേരം ആകുമ്പോൾ തീരും. പക്ഷേ ഇത്രയും കാലമായിട്ട് നമ്മൾ വേറെ വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ ട്രാവലിംഗ് ഉണ്ടല്ലോ, നിങ്ങൾ ഒരുമിച്ചുള്ള ആ കണ്ടുമുട്ടലിന് ശേഷമുള്ള ഒരു യാത്രയുണ്ട്, അതിപ്പോ ഇപ്പോഴും ആ യാത്ര തുടരുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇതിന്റെ ഒരു ജോയിന്റ് എന്ന് പറയാ? കാര്യങ്ങൾ തുറന്ന് പറയുക, പരസ്പരം പറയുക, ആശയങ്ങൾ വിനിമയം ചെയ്യുക. ഇപ്പം എൻ്റെ മനസ്സിലൊരു കാര്യം തോന്നിക്കാൻ, പക്ഷേ ഇന്നൊരു സംഭവം നമുക്ക് ചെയ്തല്ല, എടാ അത് അങ്ങനെ ചെയ്യണേന്നല്ല, അതിൻ്റെ ഇടയിൽ ഇന്നൊരു സാധനം കുത്തിക്കയറ്റി അത് അവിടെ നിന്ന് പറ്റി ഇങ്ങനെ അങ്ങനെ വരുമ്പോൾ നമ്മളന്ന് അങ്ങനെ ഒരു സിങ്ക് വേണം നമ്മൾ. അല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഉറച്ചു വയ്ക്കരുത്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം ഉറച്ചു വയ്ക്കരുത്. ആ പറയുന്ന കാര്യങ്ങളിൽ ഇപ്പം മാറ്റം വരുത്തിയാൽ നന്നാവും എന്ന് അദ്ദേഹത്തിനോട് ബോധ്യപ്പെടുക വേണം. ഞാൻ പറയുന്ന കാര്യം ശരിയാണെന്നുള്ള ബോധ്യം എനിക്കും വേണം. അങ്ങനെ വരുമ്പോഴാണ് ഈ സംഭവം പോണത്. ഞങ്ങൾ അമേരിക്ക പോയി 10-45-50 ദിവസത്തോളം നിന്നു. ഞങ്ങൾ പരസ്പരം അപ്പുറത്തും ഇപ്പുറത്തും റൂമുകളുണ്ടെങ്കിലും റൂമുണ്ട്, വേറെ റൂം എടുപ്പുണ്ട്, പക്ഷെ ഞങ്ങളെല്ലാവരും റൂമിലെടുക്കുള്ളൂ. അപ്പം നമ്മുടെ ഒരു യൂണിറ്റി കണ്ടിട്ടാണ് MG ശ്രീകുമാർ ആദ്യത്തെ തവണ പോയപ്പോൾ അമേരിക്ക പോയി വന്ന് 2-3 ദിവസം കഴിഞ്ഞ് വിളിച്ചോട് പാസ്പോർട്ട് ഒന്നുകൂടി അയക്കണം, നമുക്ക് ഓസ്ട്രേലിയ പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ 4 തന്നെ ഓസ്ട്രേലിയ പോയി. അത് കഴിഞ്ഞ് വന്ന് ദുബായി പോയി. അപ്പോൾ നമ്മുടെ പോകുന്ന ട്രാവലിങ്ങിലുണ്ടാകുന്ന നമ്മുടെ ഐക്യവും കാര്യങ്ങളും സ്റ്റേജിൽ കാണിക്കുന്ന പെർഫോമൻസും ഇതാണ് നമ്മളെ പുള്ളിനെ വീണ്ടും വീണ്ടും നമ്മളെ വിളിക്കാനുള്ള പ്രചോദനം.
രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് സ്റ്റേജ് ചെയ്തിട്ടുള്ളവരാണല്ലോ. ഏറുകൊണ്ട് ഓടിയേക്കണ 6 പേര് പോകുന്ന ഹരിശ്രീയുടെ ഫുൾ ടീമിന് പകരം ഞങ്ങൾ ചിലപ്പോൾ ഒരു 3-4 പേര്, അതായത് ഞാൻ അശോകൻ, സന്തോഷ്, ജോർജ്, ഞങ്ങൾ 4 പേര്. ഞങ്ങൾ 4 പേര് മാട്ട കളിക്കാൻ പോകും. അതായത് നമ്മൾ കിട്ടുന്ന പൈസ, സൗണ്ട് സിസ്റ്റം ഒന്നും നമ്മൾ കൊണ്ടുപോവില്ല. നമ്മൾ സ്പോട്ടിലെത്തുന്നു, പ്രോഗ്രാം ചെയ്യുന്നു, ഹരിശ്രീയുടെ ഐറ്റം തന്നെയാണ് കളിക്കണേ. എന്നിട്ട് ഈ മാട്ട എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. മാട്ട എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് മൊത്തം ടീമിൽ നിന്ന് കുറച്ച് പേര് മാറി നിന്ന് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ജോയിൻ ചെയ്ത് മാട്ട ഒരു തട്ടിക്കൂട്ട്, അതാണ് സംഭവം. പക്ഷെ ഇത് ഞങ്ങൾ മാട്ട ചിലപ്പോൾ നമ്മുടെ ഒറിജിനൽ പ്രോഗ്രാമിനേക്കാളും ഗംഭീരമായിട്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു മാട്ട എന്നല്ല, വാട്ട കാണിച്ചു തരാമെന്ന്. അതായത് നിങ്ങൾ 4 പേര് ഒരു പരിപാടി ചെയ്യുന്നു, അതിൻ്റെ 3 പേരെ വിളിച്ച് മാറ്റിയിരുത്തി കൊണ്ടുപോകുമ്പോൾ മറ്റവന്മാർ അവിടെ നിന്ന് പറയും വാട്ട ശരിയാക്കി എന്ന് പറഞ്ഞതിൽ നിന്നുണ്ടായ ഒരു വാക്കാണത്. അപ്പൊ ഞങ്ങൾക്ക് പുത്തമ്പള്ളിയിൽ പ്രോഗ്രാം, വരാപ്പുഴ പുത്തമ്പള്ളിയിൽ പ്രോഗ്രാം 7 മണിക്ക്. അപ്പൊ അശോകനും ഞാനും ജോർജും സന്തോഷും കൂടി അത് ഏറ്റു. 7 മണിക്ക് പ്രോഗ്രാം. ഈ വാടാനപ്പള്ളിക്ക് അപ്പുറത്ത് ഗൾഫുകാരുടെ ഒരു ടീമുണ്ട്, ഒരു ക്ലബ്ബ്. ആ ഗൾഫുകാർ മുഴുവനും നാട്ടിൽ വന്നിട്ട് അവിടുത്തെ ഒരു ഉത്സവം, അവിടെ ഒരു പ്രോഗ്രാം, കുറച്ച് ദിവസത്തെ പ്രോഗ്രാം അവർ നടത്തും. ആ ഗൾഫ് ടീമാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോ കാസറ്റൊക്കെ കണ്ട് അവർ ഭയങ്കര ഇതായിട്ട് നിൽക്കണം. അപ്പോൾ ഹരിശ്രീയുടെ തന്നെ നാടകവും കൂടിയുണ്ട്. അപ്പം നാടകം അവിടെ 8 മണിക്ക് തുടങ്ങുള്ളൂ. നാടകം 8 മണിക്ക് തുടങ്ങിയാൽ 2 മണിക്കൂർ നാടകം കഴിഞ്ഞാൽ 8 2 10, 10:30, 11 മണിക്ക് മിമിക്രി കയറാം. ഇതിങ്ങനെ ഉള്ള രീതിയിൽ ചാർട്ട് ചെയ്തേക്കാണ്. നാടകക്കാർക്കും സെക്കൻഡ് കളിയുണ്ട്. ഞങ്ങൾ പുത്തമ്പള്ളിയിൽ പ്രോഗ്രാം 7 മണിക്കൊന്നും തുടങ്ങിയില്ല. അവിടെ 9 മണിയായപ്പോഴാണ് പ്രോഗ്രാമിന് ഒരു ആക്കം കൂട്ടുന്നത്. അപ്പോഴേക്കും ഒരു സ്ഥലത്ത് നിന്ന് അമ്പ് വരുമ്പോൾ 2 ഐറ്റം അവിടെ നിർത്തി നിൽക്കും. അപ്പോഴേക്കും അടുത്ത അമ്പ് വരും. അടുത്ത അമ്പ് വരുമ്പോൾ പിന്നെ ഒരു ഐറ്റം കളിക്കും. അങ്ങനെ കളിച്ച് 10:30. അവിടെ 7 മണി പറഞ്ഞു. അവിടെ 9 മണിക്ക് നാടകം 9 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ 9 2 11 അങ്ങനെയാണ് സംഭവം വന്നേക്കണേ. ഞങ്ങൾ ഇവിടുന്ന് അപ്പൊ ബൈക്കാണ് അറേഞ്ച് ചെയ്തേക്കണേ. അങ്ങനെ പുത്തമ്പള്ളിയിലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിന്നെ ബൈക്കിന് വെച്ചടിക്കാണ്. വെച്ച് വാടാനപ്പള്ളി ആ ഭാഗത്തെത്തി കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, അവിടെ നാടകക്കാർ വന്നിട്ടില്ല. നാടകക്കാർ സെക്കൻഡ് കളി, ഫസ്റ്റ് കളി കളിച്ച് കഴിഞ്ഞിട്ട് ഇവിടേക്ക് എത്തിയിട്ടില്ല. നാടകക്കാർ പറഞ്ഞത് മിമിക്രി ആദ്യം തുടങ്ങിക്കോളാനാ. അവിടെ ചെന്ന് പെട്ടേക്കണത് വർഗീസേട്ടനും ദിലീപും. അവർ 2 പേരും വന്നേക്കാണ്. നാട്ടുകാർ മൊത്തം വളഞ്ഞേക്കാണ്. 2 പേര് കയറാന്ന് പറഞ്ഞിട്ട് അവരെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. അവർക്ക് ഒരു രക്ഷയില്ലാണ്ടിരിക്കുമ്പോഴേക്കും നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ആൾക്കാർ കുറേ പേര്, ജനസമുദ്രം, ഒരു കടപ്പുറത്തം കണ്ടാണ് പ്രോഗ്രാം. ഞങ്ങൾ വരുമ്പോൾ തന്നെ പൂഴിമണ്ണാണ്. ബൈക്കൊന്നും ഓടിച്ചിട്ട് കിട്ടുന്നില്ല. വേഗം വണ്ടി നിർത്തി ബൈക്കൊക്കെ ആരോ കൊണ്ടുപോയി. ഞങ്ങളെ നേരെ വന്നപ്പോഴേക്കും വർഗീസേട്ടൻ ഒരു പരപ്പ് ചീത്ത. അവരത്ര നേരം ടെൻഷൻ അടിച്ചോണ്ടിരിക്കുകയാണ്. അവര് ഉള്ളതൊരു മുഴുവൻ അവര് കേട്ട് അവരെ 2 പേരും കൂടി സ്റ്റേജിൽ കയറി എന്ത് ചെയ്യാനാ? എന്നിട്ട് ഞങ്ങളെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ചീത്ത പറയണം. ചീത്ത പറഞ്ഞപ്പോഴേക്കും ഏതോ ഒരു സങ്കടം വന്നിട്ട്, നിങ്ങൾ തമ്മിൽ കലഹിക്കല്ലേ, നിങ്ങൾ സ്റ്റേജിൽ കയറുമെന്ന് പറഞ്ഞു. പിന്നെ സ്റ്റേജിൽ കയറി 100 നല്ല ഹിറ്റായിട്ട് നിൽക്കുന്ന സമയം നല്ല ഫുൾ ടീമല്ലേ. ഞങ്ങൾ പരിപാടി അങ്ങോട്ട് വെച്ചടിച്ചു, ഗംഭീരായി. കൂടെ ഉണ്ടായിരുന്ന ഇതിൽ 2 പേര് അമ്പല കമ്മിറ്റിയിലെ കക്ഷികളായിട്ടിരുന്ന് അടിച്ച് ഫിറ്റാണ്. സ്റ്റേജിൽ കയറിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൾക്കാർക്ക് മനസ്സിലാവും കള്ളുപിടിച്ചിട്ടാന്ന് മനസ്സിലാവും, വീഴുകയും ചെയ്യും, അടി കിട്ടുകയും ചെയ്യും. ഉറപ്പാണ് കേസ്. ഇതെന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഞാനാണ് പരിപാടി വിളിച്ചത്. ഇപ്പോൾ എൻ്റെ കൈയും കാലും പറിച്ചിട്ടുള്ളൂ. എന്താണ് ചെയ്യുക? മറ്റൊരു വന്നിട്ടില്ല, പരിപാടി തുടങ്ങാൻ പറ്റില്ല. ഗാനമേളയിൽ പാടാനായിട്ട് മലയാളം പാടണവൻ വന്നില്ലേ, പോയില്ലേ, എങ്ങനെ പരിപാടി കൊണ്ടുപോകാൻ പറ്റും? മ്യൂക്രിയിൽ മെയിൻ ഹ്യൂമർ കളിക്കണം, ഇഞ്ചപ്പറ്റായിട്ട് നിൽക്കണം. എങ്ങനെ കളിക്കാൻ പറ്റും? കൂടിയെന്നാൽ കുറച്ച് നടന്മാരെ എടുക്കാൻ പറ്റും, ഒരു 3-4 പാട്ടും പാടാൻ പറ്റും, സ്കിറ്റ് കളിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ എഴുന്നള്ളിപ്പ് ഇങ്ങനെ നമ്മുടെ കണ്ണുമുമ്പിൽ ഇങ്ങനെ കാണാൻ വന്ന് ക്ഷേത്രത്തിൻ്റെ അടുത്തെത്താറായി. ഇതിൻ്റെ അകത്തേക്ക് കയറി. അപ്പോൾ കമ്മിറ്റിക്കാർ വന്നിട്ട് പൈസ തന്നു, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അപ്പോൾ മെയിനായിട്ട് കളിക്കുന്നവൻ അവിടുത്തെ കമ്മിറ്റി ഓഫീസിൻ്റെ വേറൊരു റൂമിൽ അവരായിട്ടൊന്ന് ഭയങ്കര കളിയും തമാശയും എനിക്ക് കഴിഞ്ഞാൽ വീണുവും അതേ കണ്ടീഷനിൽ നിൽക്കണ. ഞാൻ ആ ദീപാരാധന തുറന്ന് നടയേണ്ടി തുറന്നപ്പോൾ എൻ്റെ ദൈവമേ കണ്ടല്ലോ കൊടുത്ത കാഴ്ചകളൊക്കെ.
ഇതാണ് അവസ്ഥ. ഞാൻ ഈ പരിപാടി ഇവിടെ നടത്തിയാൽ ഇടി കൊണ്ടുവച്ച് എനിക്ക് പോകാൻ പറ്റില്ല. ഇതിന് മാർഗം ഭഗവാൻ തന്നെ എന്നെ രക്ഷിക്കണം, അല്ലാതെ വേറെ മാർഗമില്ല എന്ന് ഉള്ളി തട്ടിയാണ് പറഞ്ഞു. എവിടെ നിന്നാണെന്നറിയാൻ പാടില്ല, സത്യമായിട്ട് ഞാൻ പറയണത്. ഒരു ഇടിയും മഴ അങ്ങോട്ട് വന്നിട്ട് അങ്ങനത്തെ ഒരു ഇടിയും മഴ അവിടെ ഉണ്ടായിട്ടില്ല എന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ട് അതേമാതിരി ഇടിയും മഴയുണ്ട് പെയ്ത് ആൾക്കാരൊക്കെ ഇറങ്ങി ഓടി, എല്ലാം ഓടി. ഒരു 1.5 മണിക്കൂർ ആ ഇടിയും മഴയോടെ നിന്നു. ഞാൻ ഭഗവാന്റെ അടുത്ത് ഭഗവാനെ രക്ഷിച്ചു എന്നും പറഞ്ഞ് നിൽക്കാല്ല. സ്റ്റേജിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ എനിക്ക് വന്നിട്ട് പരിപാടി കൊള്ളടാ, ഒരു 10-15 പേര്. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് 3-4 പേര് വന്നു. അപ്പൊ വീണ്ടും പണി പാളി വീണ്ടും പരീക്ഷിക്കാണ്. ഇത് നോക്കിയപ്പോ സൗണ്ടുകാരൻ വന്നോണ്ട് എന്തിനു വെച്ചാ പരിപാടി നടത്തുന്നത്. ഞാൻ ഇവിടെ സൗണ്ട് ഓൺ ചെയ്ത് ഇവിടെ കത്തിപ്പോയി, 2 സാധനം ഇവിടെ കത്തിപ്പോയി. അത് പറഞ്ഞാൽ ഇയാൾക്ക് ഭ്രാന്തര് പരിപാടി നടത്താണ്ടിരിക്കാണ്. ഇയാളെ ഓൺ ചെയ്യില്ല, 3-4 പൊട്ടും പൊട്ടി അതും പോയി. അപ്പോഴത്തേക്കും കമ്മിറ്റിക്കാരൻ ജയരാജ ഒരു വിഷയം ഉണ്ടാക്കി പരിപാടി നടത്തണ്ട, പൊക്കോളൂ, ഇനി എപ്പോഴും നമുക്ക് സൗകര്യം എളുപ്പം നടത്താമെന്ന് പറഞ്ഞ് സൗണ്ട് സിസ്റ്റം മറ്റേ വരാമെന്ന് പറഞ്ഞൊരു ദൈവം സഹായിച്ച് വന്നില്ല. ഇവർ ഫിറ്റ് ചെയ്തിട്ട് സ്റ്റേജിൽ കയറി അന്ന് അടിയും കൊള്ളും, ദൈവം രക്ഷിച്ചു. അപ്പം നമ്മളെ സന്ദർഭത്തിനനുസരിച്ച് ദൈവം നമ്മൾ നോക്കുമ്പോൾ അവൻ ആ സാഹചര്യം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പണി കൊടുക്കേണ്ട രക്ഷയില്ല എന്ന് മനസ്സിലായി മഴ തന്നു. നമ്മൾ വിളിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ദൈവം അവിടെ പ്രത്യക്ഷപ്പെടുമോ? പൊട്ടിക്കുകയും ചെയ്തു. ഇല്ലെങ്കിലോ എന്നെ പൊട്ടിക്കൂലേ? ഒന്ന് പൊട്ടും, അതുറപ്പാ. അത് ദൈവം രക്ഷിച്ചു. കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചു, ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടില്ല എന്നറിയാം. കുറച്ച് സിനിമകൾ അഭിനയിച്ചു. അതിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സിനിമയാണ് വിഗത കുമാർ, സെല്ലുലോയിഡ്. കമൽ സാർ അതിനകത്ത് ചെയ്ത എങ്ങനെയാണ് ആ സിനിമയിലേക്ക് എത്തിയത്? അത് ഞാൻ പറഞ്ഞു, അത് സിനിമാല തന്നെയാണ്. സിനിമാലയിൽ ഇപ്പോൾ കമൽ സാറിൻ്റെ എങ്ങനെ ഈ ക്യാരക്ടർ ആര് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കമൽ സാറിൻ്റെ വൈഫാണ് അയാൾ മതിയാവുമെന്ന് ചോദിച്ച് ഫ്രെയിമിൽ കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് ചെല്ലുന്നത്. ഞാൻ കമൽ സാറിൻ്റെ ഇവിടെ ഫ്ലാറ്റിൽ ചെന്ന് കമൽ സാറിനെ കണ്ട്, കമൽ സാറിനോട് ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ട്, നമുക്കൊന്ന് നോക്കാം. കമൽ സാർ ഇത് എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല, ഇന്നൊരു കഥയാണ് പറഞ്ഞ് അങ്ങനെ ഒരു ദിവസം പറഞ്ഞ് ഇന്ന തിരുവനന്തപുരത്താണ് വരാൻ പറഞ്ഞ് ചെല്ലാൻ പറഞ്ഞ് ചെന്ന് അന്ന് പോയി. ഞാൻ ചെല്ലുമ്പോൾ ഷൂട്ട് നടക്കാനുണ്ട്. സെല്ലുവിൻ്റെ ഒരു മമതയും മറ്റേ പൃഥ്വിരാജും ഒരു പയ്യനുമായിട്ടുള്ളൊരു ഷൂട്ട് നടക്കാം. അവൻ ചെന്ന് കമൽ സാർ പറഞ്ഞ് മറ്റേ റഷീദിനെ കാണാൻ പെട്ടെന്ന് റഷീദ് എന്നെ മേക്കപ്പ് ചെയ്ത് കമൽ സാർ കാണും. ആ ജയരാജാണ് ഒരു ക്യാരക്ടർ. അപ്പോഴാണ് ഞാൻ അറിയണത് ഇത് ഞാനാണ് ചെയ്യണതെന്ന്. അങ്ങനെയാണ് ആ സിനിമ ഞാൻ ചെയ്യണത്. അതിനുശേഷം ആ വേഷം ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര പരിഭ്രമമൊക്കെയായിരുന്നു. ഇപ്പം നിൽക്കണേ കൂട്ടണസ്സല്ലായിരുന്നു. അപ്പം ഒരു ഭയമായിരുന്നു. എൻ്റെ പൃഥ്വിരാജ്, കമൽ സാറ്, മമത, ഇത്രയും വലിയൊരു ക്യാരക്ടർ, ഒരു ചരിത്ര സിനിമ. ഈ ചരിത്ര സിനിമയുടെ ചരിത്രമൊക്കെ ഞാൻ ആ സിനിമയിൽ ചെല്ലുമ്പോഴാണ് അറിയണത്. പിന്നെ ഒരു ചരിത്രമാണല്ലോ ഈ സിനിമ സംഭവമൊക്കെ ഞാൻ അപ്പോഴാണ് അറിയണത്. അത് വല്ലാത്തൊരു അനുഭവം. പക്ഷെ അത് നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്ന ആ പടത്തിൻ്റെ പാട്ട് കേട്ടപ്പോഴേ, പടത്തിൽ തന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കണം, ആ പടത്തിലൊരു പാട്ട് ഏനുണ്ടോടി അമ്പിളിച്ചന്തം. അപ്പോൾ ആ പാട്ടൊക്കെ കേട്ടപ്പോൾ നമുക്കും അതിലൊക്കെ ഒരു ചെറിയ സംഭവം കിട്ടിയിരുന്നൊക്കെ. പക്ഷെ ദൈവം സഹായിച്ച ആ പാട്ടിൻ്റെ ഇതിൽ ഞാനാണ് വന്നത്. ഞാൻ വന്ന ആ കുട്ടിയെ സ്റ്റുഡിയോയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണ സീനിൽ ഞാനാണ് വന്ന് കൊണ്ടുപോകണം. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക വലിയ അനുഭവമായിരുന്നു. അങ്ങനെ പടം കഴിയുമ്പോൾ രമേശ് ഭായി വിളിച്ച് അങ്ങനെ ഒരുപാട് വഴികളെ പോകാം, നീ രക്ഷപ്പെട്ടിട്ടാ, നിനക്ക് ഇനി തിരിഞ്ഞു നോക്കണ്ട, എനിക്ക് ഇനി അവിടെ ചെന്ന് നെളിഞ്ഞു നിൽക്കാന്നൊക്കെ പറഞ്ഞു. ഞാനത് കേട്ടു. പോവാ ഞാൻ പല സ്ഥലത്ത് ചെന്നുമ്പോൾ നെളിഞ്ഞു നിന്നു, പിന്നെ തിരിഞ്ഞു നോക്കില്ല. പലരും വിളിച്ചു തന്നെ പറയുന്നത്, പല നട ഡയറക്ടേഴ്സ് അവരൊക്കെ തിരിഞ്ഞു നോക്കിയില്ല. അല്ല പിന്നെ നമ്മള് ചോദിച്ച് നടക്കണം. അത് കേട്ടിട്ട് എന്നെ കുറെ പേര് വിളിച്ചില്ല, നീ ഇങ്ങനെ ഒരു അത് മമ്മി സെഞ്ചുറി, നീ ഇങ്ങനെ ഒരു പടം ചെയ്യുന്നവർക്ക് നീ ബസ്സിൽ പിടിച്ചിരിക്കരുതിട്ടാ, നീ ഓരോരുത്തരെ പോയി കാണണം, സംസാരിക്കണം. ഞങ്ങള് അതിന്റെ ഒരു ഫംഗ്ഷൻ കൊടുങ്ങല്ലൂർ കിടന്നപ്പോ ഞാൻ ജയരാജനോട് പറഞ്ഞാടാ, ഇതൊരു മാർഗമാണ്, ഇത് ഇനിയും പിടിച്ചു കയറേണ്ടത് എന്റേതാണ്, കാണുന്നവരോടൊക്കെ അവസരം ചോദിക്കണം, നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ അപ്പോഴാണ് അത് സാധനം നിലനിൽക്കുമ്പോഴാണ് ഇത് നമ്മൾ ചോദിക്കേണ്ടത്. അതിലിത്തിരി
ഞാൻ പുറകോട്ടാ. ഞാനല്ല ഒരുമാതിരിപ്പെട്ട ഇല്ലേ രമേശ് ഭായൊക്കെ ആരോടും ചോദിക്കാറുണ്ടോ? അല്ല നമ്മുടെ കുഴപ്പമുണ്ട്, നമ്മൾ ആരോടും ചോദിക്കാറില്ല. ഇപ്പൊ ദിലീപ് ഏട്ടനായാലും ഇതൊക്കെ ആയാലും നമ്മള് സൗഹൃദങ്ങൾ. പക്ഷെ നമ്മൾ ആരോടും ചോദിക്കാറില്ല. കാരണം ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ, ഇപ്പം നിങ്ങളുടെ അടുത്ത് ഒരു 10 രൂപ ഞാൻ ചോദിക്കണം, ഒരു 10 രൂപ എന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നില്ലെങ്കിൽ അവനോട് ഒരു 10 രൂപ ചോദിച്ചിട്ട് അവൻ തന്നില്ല, ചോദിക്കണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തെടുക്കും. അപ്പം അതിന് പോയത് എന്തിനാ ചോദിക്കാൻ? പന്നത് വരച്ചേന്ന് വരുമ്പോൾ വരും, പോകുമ്പോൾ പോവുകയും ചെയ്യും അല്ലേ? ഇപ്പം നമുക്ക് വേണ്ടി നമുക്കൊരു സാധനം ഒരാൾ ദൈവം തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ആര് തടഞ്ഞു വെച്ചാലും നിൽക്കില്ല. അത് വന്നേ തരും. നമ്മുടെ സാധനം കൊണ്ടുപോകാനുണ്ടെങ്കിൽ നമ്മൾ മൂടി വെച്ചിട്ടും കാര്യമില്ല, അത് കൊണ്ടുപോവുകയും ചെയ്യും. അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പാരഡി പാട്ടുകൾ ഒരു കാലത്ത് എല്ലാ മാസവും പാരഡി ഇറക്കിക്കൊണ്ടിരുന്നതാണ്. ഞാനും പാട്ട് ഒരെണ്ണത്തിൽ മാത്രം പാടിയിട്ടുള്ളൂ. സംഗീതമൊന്നും പഠിച്ചിട്ടില്ല. ഈ ബാലനസിക് എന്ന് പറഞ്ഞ പ്രതിഭാ ബാലനസിക്കും, അങ്ങനെ ബാലനസികത്തിന്റെ വേദികളിൽ പല കുട്ടികളെയും പങ്കെടുപ്പിച്ചു, അവരുടെ പുറകെ നടന്നു. അങ്ങനെ സംഗീതത്തിൽ ഇപ്പോൾ ഒരു ചെറിയ പാട്ടൊക്കെ കേട്ടാൽ അതിൻ്റെ രാഗമാണോ താളം പോകണതോ ശ്രുതി പോകണതൊക്കെ അറിയാം. പക്ഷെ നമുക്കത് പാടാനായിട്ട് പോരാ. എഴുതി പാടും, നന്നായിട്ട് പാടും. സംഗീതം പഠിച്ചല്ല. അത് പാട്ടിലേക്ക് വരാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോവിഡ് വന്നില്ലേ, കോവിഡ് പരിപാടിക്കൊന്നും പോകാൻ പറ്റാണ്ട് വീട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഈ നടന്മാരും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ നടന്മാരൊക്കെ ഓരോ വീടിൻ്റെ സൈഡിലൊക്കെ ആരും കാണാണ്ടൊക്കെ ഇരുന്നിട്ട് ചന്തൂരും തോപ്പിക്കാനാവില്ല മക്കളെ, ഇങ്ങനെയൊക്കെ ഓരോ സ്ഥലങ്ങളിലേക്ക് നിൽക്കുമ്പോൾ ആഴക്കാരെ പറഞ്ഞു ഇവന് തലക്ക് ഭ്രാന്ത എന്നുള്ള കോവിഡൊക്കെ വന്നേ. പിന്നെ അവിടെ ഇവിടെ പുറകുറുക്ക് പറയുന്നുണ്ട്, നമ്മുടെ നടന്മാർ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം അത് വിട്ടിട്ട് പിന്നെ കുറച്ച് പാട്ടിലേക്ക് ഇടുന്നു, ബാത്റൂമിലേക്ക് ഇരുന്നിട്ട് സംഗീതമേ. അപ്പോൾ ആൾക്കാർ പറയുന്നതാണ് അവന് കോവിഡ് വന്നാൽ എന്താ പാട്ടും പാടി ജീവിക്കുന്നത്. അല്ല, ഇതിലൊരു ആപ്പുണ്ട്, സ്റ്റാർ മേക്കർ എന്നൊരു ആപ്പുണ്ട്. അപ്പം അതിൽ ഹെഡ്ഫോൺ കുത്തിയിട്ട് കുറച്ച് പാടാൻ. പാരഡി വേണം, അടുത്ത ദിവസം റെക്കോർഡിംഗ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാണ്ട് പാട്ട് എഴുതി പോകും. അപ്പോൾ ഇതേമാതിരി തന്നെ സമകാലീന വിഷയങ്ങൾ, ഓരോരുത്തർക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങൾ, ജീവിതത്തിൽ പിന്നിട്ടുള്ള അബദ്ധങ്ങൾ, അതൊക്കെ വെച്ച് പാരഡി എപ്പോഴും എവിടെ വേണമെങ്കിലും ഒരു ക്ഷേത്രത്തിൽ വേണമെങ്കിൽ വെക്കാവുന്ന രീതിയിലുള്ള പാട്ടുകളാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. സത്യമായതാണ് നമ്മൾ എഴുതിയിട്ടുള്ളൂ. വൾഗറായിട്ട് ഇന്നേവരെ ഒന്നും എഴുതിയിട്ടില്ല. ഓഡിയോ വിൽസൺ ഓഡിയോസ്, മുദ്ര ഓഡിയോസ്. ഒരിക്കൽ നമ്മളുടെ മറ്റേ പാരഡിവാല എന്ന് പറഞ്ഞ കാബുളിവാല കാസറ്റ്, അതായത് നമ്മുടെ മുദ്ര സുരേഷ് ഏട്ടനുണ്ട്, മുദ്ര കാസറ്റിന്റെ സുരേഷ് ഏട്ടൻ. സുരേഷ് ഏട്ടൻ 1-2 പരിപാടികൾ ഞാൻ ജോണി സായിരിക്ക് വേണ്ടിയൊക്കെ പാരഡി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനന്ന് മഹാരാജ് പഠിക്കുകയാണ്. അദ്ദേഹം കാബുളിവാലയുടെ മാസ്റ്റർ കാസറ്റും കൊണ്ട്, ഓഡിയോ കാസറ്റും കൊണ്ട് വന്നേക്കാം. കാബുളിവാല റിലീസാവാൻ പോണുള്ളൂ, അതിക്ക് മുമ്പ് പുള്ളി 4 പാട്ടുകൾ മാസ്റ്ററും കൊണ്ട് വന്നേക്കാം. രമേശ, കാബുളിവാല എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങുന്നുണ്ട്, അതിൽ 3-4 പാട്ട്, ഉഗ്രം പാട്ടാണ്, ഹിറ്റാവും, നമുക്കൊരു പാരഡി ഇറക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് ഞാൻ കുറച്ച് നാളായിട്ട് വിട്ടിക്കാണ്, എന്നാലും ഞാനൊന്ന് എഴുതി നോക്കട്ടെ, ഒരു 5 ദിവസം കഴിയുമ്പോൾ ഞാൻ ചേട്ടനെ വന്ന് കാണാം എന്ന് പറഞ്ഞിട്ട് ഈ 4 പാട്ടും വേറൊരു 4 പാട്ടൊക്കെ കൂടി ഒരു 8 പാട്ട് ഈ പറഞ്ഞ നേരം കൊണ്ട് എഴുതി. അതാണ് എൻ്റെ ഏറ്റവും പാരഡി വാല എന്ന് പറഞ്ഞിട്ട് കാസറ്റ്. പാരയല്ലയോ ഈ ജീവിതം, പാരമാത്രമായി എങ്ങുമീ ലോകം, സ്നേഹമോ പുറത്തു കാട്ടുമെങ്കിലും ഉള്ളിലോ ചിന്തകൾ പാരപണിയുവാൻ മാത്രം. പിന്നെ അത് കഴിഞ്ഞിട്ട് അയ്യപ്പ സീസൺ വന്നു കഴിഞ്ഞപ്പോൾ ഈ മുദ്ര സുരേഷ് ഏട്ടൻ തന്നെ വന്ന് സമീപിക്കുകയാണ്, കാരണം നമുക്കൊരു പാരഡി അയ്യപ്പനെ എഴുതണം. അപ്പോൾ അതിൽ അന്ന് തേന്മാങ്കുമ്പത്തേക്ക് ഹിറ്റായിട്ടിരിക്കുന്ന സമയം, കറുത്തമുണ്ടും രുദ്രാക്ഷമാലയും ചാർത്തിക്കൊണ്ടേ വരുന്നു ഞങ്ങൾ, കന്നി അയ്യപ്പന്മാരാ ഞങ്ങൾ, തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ അയ്യനെ കാണാനുള്ള മോഹമെനിക്കുണ്ടേ, അയ്യപ്പ തിന്തകം സ്വാമിയെ തിന്തകം പാടി വന്ന് ഞങ്ങൾ പേട്ടത്തുള്ളാം. ആ പാട്ടാണ് ആദ്യം ഇട്ടിരുന്നത്. പക്ഷെ അതിൽ ഹിറ്റായത് അതല്ല. ആ സമയത്ത് ഇത് കാതലൻ ഭയങ്കര ഹിറ്റായിട്ടിരിക്കുന്ന സമയത്ത്, സ്വാമിയേ അയ്യപ്പനേ ശരണം, താനി ശരണം, പൊന്നുമല നീലിമല താണ്ടി
ഞാൻ വരുന്നേ, ആ പാട്ടെന്ന് പറഞ്ഞ സന്നിധാനത്ത് വരെ വെച്ച് അതാണ് ഏറ്റവും ഹിറ്റ്. ഞങ്ങളൊരു പാരഡി ചെയ്തിട്ടാ. എങ്ങനെയുണ്ട് ഞങ്ങള് അത് ഒരു സ്കിറ്റിന്റെ ഇതിന് വേണ്ടിയിട്ട്, അതായത് ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിൽ അവന്റെ വരാൻ പോണ ഭാവി വധുവിന്റെ എങ്ങനെയായിരിക്കണം ആറ്റിറ്റ്യൂഡ് അതായത് ചാലക്കുടിക്കാരൻ ചെക്കന് കരുനാഗപ്പള്ളിന്ന് ഒരു പെണ്ണ്. മദ്യങ്ങള് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് ചാലക്കുടിയും കരുനാഗപ്പള്ളിയാണ്. അപ്പൊ അങ്ങനെ ഒരു കല്യാണം നടത്താണ്. ചാലക്കുടിക്കാരൻ പെണ്ണിന് ചെക്കന് കരുനാഗപ്പള്ളിക്കാര് പെണ്ണ്. അപ്പൊ ആ അതിന്റെ പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞിട്ട് ഇവരൊരു സ്വപ്നം. അത് ഞങ്ങള് ചായക്കാരും കപ്പേരും പോയില്ലായിരുന്നു. പൂമുഖവാതുക്കൽ പൈന്റുമായി എത്തുമ്പോൾ ഗ്ലാസുമായി നിൽക്കണം ഭാര്യ. പൂമുഖവാതുക്കൽ പൈന്റുമായി എത്തുമ്പോൾ ഗ്ലാസുമായി നിൽക്കണം ഭാര്യ. ടച്ചിങ്സും സോഡയും ഒപ്പം കരുതുന്ന മദ്യധാനീശ്വരി ഭാര്യ. എത്രയടിച്ചാലും വാളുവച്ചാൽ പോലും കുറ്റം പറയാത്ത ഭാര്യ. എത്രയടിച്ചാലും വാളുവച്ചാൽ പോലും കുറ്റം പറയാത്ത ഭാര്യ. പിറ്റേന്നുണരുമ്പോൾ തൈരുമായി വന്നെത്തി ഫിറ്ററക്കുന്നവൾ ഭാര്യ. പിറ്റേന്നുണരുമ്പോൾ തൈരുമായി വന്നെത്തി ഫിറ്ററക്കുന്നവൾ ഭാര്യ. പൂമുഖവാതിൽക്കൽ പൈന്റുമായി എത്തുമ്പോൾ ഗ്ലാസുമായി നിൽക്കണം ഭാര്യ. ടച്ചിങ്സും സോഡയും ഒപ്പം കരുതുന്ന മദ്യധാനീശ്വരി ഭാര്യ.